എൻ്റെ എത്രയും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പറയുമ്പോൾ തീരെ ചെറുതാണെങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തനത്തിൻ്റെ പിന്നിലും ഓരോ വിജയത്തിൻ്റെ പിന്നിലും എന്നും നിലനിൽക്കുന്ന പ്രധാന ഘടകമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പല സന്ദർഭങ്ങളിലും ഒരേ കാര്യം പല ആളുകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചിലരൊക്കെ വിജയിക്കുന്നു, ചിലരൊക്കെ പരാജയപ്പെടുന്നു? കാര്യം ഒന്നാണ്. രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ കാര്യം നടപ്പാക്കാനുള്ള സാഹചര്യം ഒന്നായിരിക്കും. എന്നിട്ടും എന്തുകൊണ്ട് ചിലർ വിജയിക്കുന്നു, ചിലർ പരാജയപ്പെട്ടു പോകുന്നു? നിങ്ങളെപ്പോഴും എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി? അപ്പം ഞാനതിനെപ്പറ്റി ചിന്തിച്ച് എനിക്ക് മനസ്സിലായതൊരു കാര്യമാണ്. ആ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, മനോവിചാരങ്ങളാണ് ഒരുപക്ഷെ നിശ്ചയദാർഢ്യമാണ് ആ വിജയത്തിൻ്റെ പിന്നിലെപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സാഹചര്യം കിട്ടുന്നില്ല? ആദ്യം നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു കാര്യം വിജയിപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. നമ്മളൊരു സാധനം തുടങ്ങി, ഒരു ബിസിനസ് തുടങ്ങി, വിജയിപ്പിക്കണം. അത് വിജയിപ്പിക്കണം എന്നുള്ളത് 100% ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. പക്ഷെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ എന്താണ് കോൺട്രിബ്യൂഷൻ, വാട്ട് യു ആർ ഗോയിങ് ടു ഡു, ആൻഡ് ഡിസിഷൻസ് എന്താണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ. ആദ്യം നിങ്ങളെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, എനിക്കിതിൽ 100% വിജയിച്ചേ പറ്റൂ. ആ തീരുമാനം നിങ്ങളെ മനസ്സിൽ നിന്നുണ്ടാവണം. അതിനാണ് നമ്മൾ പറയുന്നത് ഇച്ഛാശക്തി. അപ്പം ശരിയായ ഒരു ഇച്ഛാശക്തി നമ്മളെ മനസ്സിൽ വേണം. തീരുമാനം എടുക്കണം, എനിക്ക് വിജയിച്ചേ പറ്റൂ. പിന്നെ ആ കാര്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം, പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. എങ്ങനെ ചെയ്താൽ ഈ ടാർഗറ്റ് എത്തും, എങ്ങനെ ചെയ്താൽ അതിൻ്റെ തുടക്കം എങ്ങനെ വേണം. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞ പോലെ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ കറക്റ്റായിരിക്കണം. നമ്മുടെ കാര്യങ്ങൾക്കുള്ള അടിത്തറ കൃത്യമാണെങ്കിലും ഭദ്രമാണെങ്കിലും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതിനുള്ള അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനമാണ്. ആദ്യം നമ്മളിത് ചെയ്യാൻ ചെയ്യുന്നുണ്ടോ? ചെയ്യണം. വിജയിപ്പിക്കാൻ തീരുമാനിച്ചോ? വിജയിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? അതിനുള്ള തീരുമാനമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ചെയ്തിട്ട് ആ പ്ലാൻ നടപ്പിലാക്കാൻ, ആ പദ്ധതി നടപ്പിലാക്കാൻ എങ്ങനെ മുന്നോട്ട് പോകണം, കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ അത് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് വേണം, ചെറിയൊരു ശബ്ദത്തിന് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം നമ്മളത് വിജയിക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ മനസ്സുകൊണ്ട് 100% അതിനോടൊപ്പമാണോ? അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ മനസ്സ് അതിനോടൊപ്പം ഉണ്ടോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇച്ഛാശക്തി. ഫുൾ വില്ലിങ്നെസ് നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതൊരു കാര്യം. രണ്ടാമത്, അത് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യണം. അതിനെപ്പറ്റി അറിവ് സമ്പാദിക്കണം. അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ എല്ലാ സംശയങ്ങളും പറഞ്ഞ് തീർക്കണം. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ വന്നാൽ എന്നൊക്കെയുള്ള സംഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം അറിവ് വേണം, അടിത്തറ ഭദ്രമാവാൻ അറിവ് വേണം, പ്ലാനിങ് വേണം. ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്, ഞാനിത് ചെയ്തിരിക്കും, ഇത് വിജയിച്ചിരിക്കും. മനസ്സുകൊണ്ട് 100 പ്രാവശ്യം പറയാം, യെസ്, ഐ വിൻ, ഞാനിത് ജയിച്ചിരിക്കും. പിന്നെ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല. അതിനുള്ള പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, ഫീൽഡിൽ ഇറങ്ങണം. എന്നിട്ട് നമ്മുടേതായ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കണം. പിന്നെ വിജയിച്ച ആളുകളുടെ ഉപദേശം നേടാം. അതേപോലെ നമ്മൾ പകർത്താനല്ല പറയുന്നത്, അവരുടെ സാഹചര്യവും
അവരുടെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കോപ്പി ചെയ്യുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ചിന്തിച്ചിട്ട് അവർ മനസ്സിലാക്കിയിട്ട് മുന്നേറിയാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും, ഏതൊരു കാര്യമാണെങ്കിലും. പക്ഷെ നമ്മുടെ പ്രവർത്തനം വേണം. അതിനാണ് നമ്മുടെ പലരും പറയും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയിട്ട് നേർച്ച നടത്തിയിട്ട് പോയാൽ ഈശ്വരനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയിക്കുക എന്നുള്ളത്. ഈശ്വരന് എല്ലാം ചെയ്തു തരാൻ പറ്റും, പക്ഷേ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യുക ഫലേച്ഛ കൂടാതെ, ഫലം എന്തായാലും അത്. അപ്പോൾ നമ്മൾ ഫലം അങ്ങനെ ആവുമെന്ന് പേടിക്കാതെ ഉറച്ച തീരുമാനം മുന്നോട്ട് പോകുമ്പം നമുക്ക് അനുകൂലമായ ഫലം കിട്ടിയേ പറ്റൂ, കിട്ടിയിരിക്കും. പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിനാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ ഭാര്യയിൽ അയച്ചു ഈശൻ. ഇത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാറില്ല. എല്ലാം നമ്മൾ മറ്റവരെ ആശ്രയിക്കുകയാണ്. എല്ലാ കഴിവുകളും കാര്യവും നമുക്കുണ്ട്. അറിവ് നേടുക, തീരുമാനമെടുക്കുക, പൂർണ്ണ മനസ്സോടുകൂടി പ്രവർത്തിക്കുക. വിജയം നിങ്ങളതായിരിക്കും. തീർച്ചയായും നമുക്കൊരു അടുത്ത വീഡിയോയിൽ നമ്മളൊരു പുതിയ വിഷയമായിട്ട് നമുക്ക് ചേരാം. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ ചാനലിനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുന്നവർക്കും ഇനി കേൾക്കാൻ പോകുന്നവർക്കൊക്കെ നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് സുരേഷ് പൂനൂർ, പൂനെ.